പലപ്പോഴും ആളുകളിൽ നിന്ന് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. അതായത് എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയും. തീർച്ചയായിട്ടും ഞാൻ അവരെ സ്നേഹിക്കുകയോ, അംഗീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബട്ട് ഇത് എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ കുറച്ച് വീക്കാണ് എന്ന് പറയുന്നവരാണ് മെജോറിറ്റി ആൾക്കാരും. ജീവിതത്തിലെ പല സിറ്റുവേഷൻസിലും അല്ലെങ്കിൽ സാഹചര്യത്തിലും ആൾക്കാർക്ക് പലപ്പോഴും ഈ പറയുന്ന പ്രണയം അല്ലെങ്കിൽ സ്നേഹം, ഇഷ്ടം മേ ബി ലൈക്ക് കുട്ടികളോടായിക്കോട്ടെ, അല്ലെങ്കിൽ ഭാര്യയോടായിക്കോട്ടെ, പാരന്റ്സിനോടായിക്കോട്ടെ, ഇത് എക്സ്പ്രസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് പലപ്പോഴും ജീവിതത്തിന്റെ ഹസിൽസിനിടയിൽ നമ്മൾ മറന്നു പോകാറുണ്ട് അല്ലെ. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോ അത് ആൾക്കാർക്ക് അവരെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവരെ അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു ഫീല് തരും. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന സാധനം തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കാൻ ഉള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ബേസിക്കലി ഉണ്ട്. ആർക്കും ഇത് എക്സ്പ്രസ് ചെയ്യാൻ കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ കഴിയാത്തവരോ ഒന്നുമല്ല. എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു വികാരം തന്നെയാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. ആൻഡ് ഇൻഫാക്ട് അത് ഒരു നീഡാണ്. ബേസിക്കലി എല്ലാ മനുഷ്യരുടെയും ഒരു ആവശ്യവുമാണ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാനുള്ള അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ നിങ്ങളൊരു സാക്രിഫൈസ് അല്ല ചെയ്യുന്നേ. അവിടെ നിങ്ങൾ ഒരു കാര്യം സാക്രിഫൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഴിവുകേടാണ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്താൽ മാറി നിന്നാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറി നിൽക്കേണ്ടി വരും. ദി ഫാക്ട് ഈസ് നിങ്ങൾക്ക് അത് ചെയ്യാൻ അറിയാം. നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഗൈഡൻസ് വേണ്ടി വരും. എപ്പോ എങ്ങനെ ചെയ്യണമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തുണ്ടാവില്ല. ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾക്ക് ഇപ്പോ ഒരു പാർട്ട്ണർ റിലേഷൻഷിപ്പിലാണ് എങ്കിൽ ചില വേർഡിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ഐ ലവ് യു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലർ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകും. അല്ലെങ്കിൽ ഇതൊരു ക്ലീശയാണ്, അല്ലെങ്കിൽ പ്രണയിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രണയത്തിൽ ഈ പറയുന്ന ഐ ലവ് യു എന്ന് പറയുന്ന കാര്യം പറയുന്നത് ഈ മേ ബി ലൈക്ക് ഈ പറയുന്ന റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയാ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവര് ഡൗൺ ആയിട്ടിരിക്കുമ്പോ അടുത്ത് ചെന്നിരുന്ന് പറയാ നിനക്ക് കൂട്ടിന് നിന്റെ അപ്പനും അമ്മയും ഉണ്ട്, ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ പറയുന്ന വേർഡിങ്സ് ഈസ് ആക്ച്വലി മിറാക്കിൾ. ഈ പറയുന്ന വേർഡ് ഇറ്റ് സെൽഫ് അതിന് ഒരുപാട് മീനിങ്ങുകളും അർത്ഥതലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ അല്ലെങ്കിൽ നീഡനാണെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ പറയാ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അല്ലെങ്കിൽ മോനോടോ അല്ലെങ്കിൽ മകളോടോ പറയാ മോളെ അല്ലെങ്കിൽ മോനെ ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അപ്പൻ എന്ന രീതിയിൽ അമ്മ എന്ന രീതിയിൽ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ഒരു വാക്കിന് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം എഫക്റ്റ് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ താനെ പഠിക്കും എന്താണ് സ്നേഹമെന്നും എങ്ങനെ ബാക്കിയുള്ളവരെ സ്നേഹിക്കാമെന്നും. താങ്ക്സ് ഫോർ വാച്ചിങ്.